ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വിശേഷം ഒരു ഹെയർ മാസ്ക് ആണ്. അപ്പം നമുക്ക് ഹെയർ മാസ്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ പേരയില, തുളസി, ചെമ്പരത്തിയില, കരിയേപ്പില, ഉലുവ, കറ്റാർവാഴയാണ് എടുത്തേക്കുന്നത്. ഓരോ ഇലകളിൽ ചുക്കിലി നോക്കി വൃത്തിയാക്കിയതിന് ശേഷം ആണ് ഞാനിത് വെള്ളത്തിയിട്ട് കഴുകിയെടുക്കുന്നത്. വെള്ളത്തിയിട്ട് നല്ലപോലെ കഴുകിയെടുക്കണം. നല്ല പൊടിയും മണ്ണും ഒക്കെ കാണുമായിരിക്കും, അതെല്ലാം പോകണം. ഇത് ഞാൻ കഴുകി ജാറിലോട്ടാക്കുകയാണ്. ഇത് ഞാൻ മിക്സിക്കകത്തിട്ടാണ് അരയ്ക്കുന്നത്. കൈ കൊണ്ട് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കുറച്ചേ ഉള്ളൂ. താളി കയ്യിലിട്ട് നേരടിയെടുക്കാൻ മാത്രമൊന്നും ഇല്ലായിരുന്നു. ഞാൻ ചെയ്യുന്നത് കണ്ടപ്പോൾ അവൾക്കും ഒരു ആകാംക്ഷ. അതുകൊണ്ട് അവളും എൻ്റെ കൂടെ ചെയ്യുമായിരുന്നു. ഓരോന്നും ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ പുറകെ നടന്ന് ഓരോന്നും എടുത്ത് തരുമായിരുന്നു എനിക്ക്. മാസ്ക് റെഡിയായി. അരച്ചതിൻ്റെ ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഞാൻ വെള്ളം ചേർക്കാതെ വെച്ചൊരു കട്ടിക്കാണ് ഞാൻ എടുത്തേക്കുന്നത്, തലയിൽ നല്ലോണം പിടിച്ച് നിൽക്കാൻ വേണ്ടി. മാസ്ക് തലയിൽ പരട്ടുന്നതിന് മുന്നേ കുറച്ച് കാച്ചിയ എണ്ണ തല തേച്ച് കൊടുക്കുകയാണ്. എണ്ണ തേച്ചൊരു 20 മിനിറ്റിന് ശേഷം തലേനെ മാസ്ക് തേക്കുകയാണ്. അച്ഛനാണ് തലേ മാസ്ക് തേച്ച് തരുന്നത്. സത്യം പറഞ്ഞാൽ നല്ല സുഖം ഉണ്ടായിരുന്നു. അത് തേച്ചിട്ട് നല്ല തണുപ്പും, പിന്നെ അച്ഛൻ കുറച്ച് മസാജ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കണ്ണ് തന്നെ അടഞ്ഞു പോകായിരുന്നു. ഇങ്ങനെ മാസ്ക് ഒക്കെ തേച്ച് കഴിഞ്ഞ് ഇതാണ് എൻ്റെ ലാസ്റ്റ് കോലം. ആരും അവൾക്ക് തേച്ച് കൊടുക്കുന്നില്ലാത്തത് കൊണ്ട് അവൾ ഇടയ്ക്ക് വന്ന് അതിനകത്ത് കൈയിട്ട് തന്നെ പരട്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ തലയ്ക്കും കുറച്ച് അവൾ പരട്ടി വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ നീലുവിനെ കുളിപ്പിച്ചു. പിന്നെ ഞാൻ വെളിയിൽ പോയി കുറച്ചൊക്കെ കഴുകി കളഞ്ഞു. ബാത്റൂമിൽ മൊത്തത്തോടെ കഴുകി കളഞ്ഞാൽ ചിലപ്പോൾ തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ വെളിയിൽ കുറച്ചൊക്കെ കഴുകി കളഞ്ഞിട്ടാണ് ബാത്റൂമിൽ പോയി കുളിച്ചതിന് ശേഷമുള്ള നനഞ്ഞ പൊടിയാണിത്. കുറച്ചൊക്കെ ഉലുവായും ഇലകളും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പട്ടായിരുന്നു. മൊത്തത്തോടെ പോയിട്ടൊന്നുമില്ല. ഇതാണ് ഫൈനൽ റിസൾട്ട്. മൊത്തത്തോടെ ഉണങ്ങിയിട്ടൊന്നുമില്ല, കുറച്ചൊക്കെ ഉണങ്ങിയതിന് ശേഷം എടുത്ത വീഡിയോ ആണിത്. പക്ഷേ നല്ല സോഫ്റ്റ്നെസ് ഉണ്ടായിരുന്നു. നമ്മൾ ഷാമ്പു ഉപയോഗിച്ചതിൻ്റെ അതേ എഫക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.